നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലും ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിന്റെ ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ നമ്മുടെ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ ഒന്നും കൂടി കണ്ണുകൾ കൂർപ്പിച്ചാണ് ഇരിക്കുന്നത്. ഇന്ത്യയിൽ നടക്കുന്ന നീക്കങ്ങളും അല്ലെങ്കിൽ പുറത്ത് ഇന്ത്യയെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഭീകരവാദത്തെക്കുറിച്ച് സംസാരിക്കുന്ന എല്ലാ നിലപാടുകളും ഒക്കെ തന്നെ വളരെ സസൂക്ഷ്മമാണ് ഇന്ത്യ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രതിനിധി സംഘങ്ങളടക്കം തന്നെ പല രാജ്യങ്ങളിലേക്കും ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ എതിർപക്ഷം അടക്കമുള്ളവരെ വിവിധ സംഘങ്ങളായി തിരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളടക്കം തന്നെ ഇന്ത്യ ഇപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും നമ്മുടെ ഭീകരവാദത്തെക്കുറിച്ചുള്ള നമ്മുടെ നിലപാടിനെ കുറിച്ചൊക്കെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് 3 ഇന്ത്യക്കാരെ ഇറാനിൽ നിന്ന് കാണാതായിരിക്കുകയാണ്. ഇവരെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIക്കുള്ള പങ്കിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. പഞ്ചാബിൽ നിന്നുള്ള 3 പേരെയാണ് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് മെയ് 3 തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഈ 3 പേരും പാകിസ്ഥാനിൽ ചാരപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുവെന്ന് തെളിയിക്കാൻ ISI ശ്രമിക്കുമെന്നാണ് ഇന്ത്യൻ ഏജൻസികളുടെ വിലയിരുത്തൽ. ഇപ്പോൾ ഈ 3 പേർക്കായിട്ടുള്ള തിരച്ചിൽ ഇന്ത്യയും നടത്താനായിട്ട് തുടങ്ങുകയാണ്. ഹുഷൻപ്രീത് സിംഗ്, ജസ്പാൽ സിംഗ്, അമൃത്പാൽ സിംഗ് എന്നിവരെയാണ് ഇപ്പോൾ ഈ ഒരു തട്ടിക്കൊണ്ടുപോയത്. 3 ചെറുപ്പക്കാരാണ്. പഞ്ചാബിലെ സൻഗ്രൂർ, ഹോഷിയാപൂർ, SBS നഗർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഈ പറയുന്ന യുവാക്കൾ. മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഇപ്പോൾ ഇവരുടെ കുടുംബങ്ങൾക്ക് ഫോൺ കോളുകൾ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പാകിസ്ഥാനിലെ ഫോൺ നമ്പറുകളിൽ നിന്നായിരുന്നു കോളുകൾ വന്നിട്ടുള്ളത്. ഇതിനെ തുടർന്നാണ് അന്വേഷണം ISIയിലേക്ക് നീട്ടാൻ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ദുബായ് വഴി ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഒരു ഏജന്റാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്. നിലവിൽ ഒളിവിൽ കഴിയുന്ന ഈ ഏജന്റിന് പാക് ചാരസംഘടനയായ ISIയുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. 3 പേരെയും കണ്ടെത്താൻ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഇറാൻ സർക്കാരിന്റെ സഹായം തേടിയിട്ടുണ്ട്. പഞ്ചാബിലെ സംഗ്രൂർ, ഹോഷിയാർപൂർ, SBS നഗർ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇറാനിലേക്ക് യാത്ര ചെയ്ത യുവാക്കളെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. 18 ലക്ഷം രൂപയ്ക്കാണ് ഓസ്ട്രേലിയൻ വിസ നൽകാമെന്നാണ് ഏജന്റ് യുവാക്കൾക്ക് വാഗ്ദാനം നൽകിയത്. ഇറാനിൽ താമസ സൗകര്യം ഒരുക്കുമെന്ന് ഏജന്റ് ഉറപ്പ് നൽകിയതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ മെയ് 1 അവർ ഇറാനിൽ വന്നിറങ്ങിയ ഉടൻ അവരെ അജ്ഞാതർ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തട്ടിക്കൊണ്ടുപോയവർ ഏകദേശം 1 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടതായി കുടുംബങ്ങൾ പറയുന്നുണ്ട്. യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി ഒരു വീഡിയോ അയച്ചതായും അതിൽ 3 പേരുടെയും കൈകൾ ബന്ധിച്ച് കൈകളിൽ നിന്ന് രക്തമൊഴുകുന്നതായി കാണാമായിരുന്നുവെന്നും കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട്. അവരുടെ 2 കൈകളും കെട്ടിയ നിലയിലാണ്. ശരീരത്തിൽ മുറിവുകളും ചതവുകളും ഉണ്ടെന്നാണ് ആദ്യ ദിവസങ്ങളിൽ സംസാരിച്ചിരുന്നു. എന്നാൽ മെയ് 11 ശേഷം ഒരു വിവരമില്ലെന്നാണ് യുവാക്കളുടെ വീട്ടുകാർ പറയുന്നത്. തട്ടിക്കൊണ്ടുപോയവരുടെ ഫോൺ നമ്പറുകൾ വഴിയാണ് ഇരകൾ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നത്. മെയ് 11 മുതലാണ് കുടുംബങ്ങൾക്ക് ഇവരെക്കുറിച്ച് യാതൊരു വിവരങ്ങളും ലഭ്യമല്ലാതായിട്ട്. യുവാക്കളെ വിദേശത്തേക്ക് അയച്ച ഹോഷിയാർപൂരിൽ നിന്നുള്ള ഏജന്റിനെയും കാണാനില്ലെന്ന് റിപ്പോർട്ടുണ്ട്. ഇയാൾക്കായിട്ടുള്ള തിരച്ചിലും നടത്തുകയാണ്. ഏതായാലും നമ്മുടെ അന്വേഷണ ഏജൻസികളും ഇതിൽ ഇപ്പോൾ തിരച്ചിൽ നടത്താനായിട്ട് പോവുകയാണ്. 3 ചെറുപ്പക്കാരെയാണ് ഇത്തരത്തിൽ ഇറാനിലെ ടെഹ്റാനിൽ നിന്ന് കാണാതായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ എന്തായിരിക്കും ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന യുവാക്കൾക്ക് ഇവരുടെ ഏജന്റുമായിട്ടുള്ള ബന്ധം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദമായ അന്വേഷണം നടത്താനായിട്ട് ഇന്ത്യയും ഒരുങ്ങുകയാണ്.